2023 കിഴക്കൻ യൂറോപ്പിലെ അർമേനിയയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്യപ്പെട്ടു പോയ ഏതാനും മലയാളികൾ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തപ്പെട്ടത്. വിസ തട്ടിപ്പുകാരുടെയും മാഫിയകളുടെയും കയ്യിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. അർമേനിയയിലാണ് പോയതില്ലേ? അർമേനിയക്കാർ തന്നെ അവിടുന്ന് രാജ്യം വിട്ടു പോണ ആളുകളാണ് ജോലി തേടിയിട്ട്. അർമേനിയക്കാരില്ല അവിടെ. ഇപ്പോൾ നമുക്കറിയില്ല, നമ്മളവിടെ ഞാൻ 75 ഒരു അർമേനിയക്കാരൻ ഫ്രാൻസിലേക്ക് ഓടിപ്പോയിട്ട് അവൻ അവിടുത്തെ ഓഫീസറായിട്ട് വന്നപ്പോൾ അയാളെ കയ്യിൽ ജോലി ചെയ്തുള്ള ആളാണ്. അന്ന് തൊട്ട് എനിക്ക് അർമേനിയക്കാരറിയാം. നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്ത് പറ്റി? ശമ്പളം തന്നില്ല. ജോലി ഫാമാണ്. ഫാമല്ല, നമുക്കൊരു വെജിറ്റബിളിൻ്റെ ഒരു ഫാക്ടറിയിൽ നമ്മൾക്ക് പാക്കിങ് ജോബ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് 3-3.5 മാസം നാളെ റെഡിയാവും, ഇന്ന് റെഡിയാവും, നാളെ റെഡിയാവും എന്നുള്ളത്. ഞാൻ അവിടെ ഇന്ത്യൻ എംബസിയിലെ സ്റ്റാഫ് എന്നും പറഞ്ഞ് 2 പേര് വന്ന് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ കുക്കായിട്ട് വർക്ക് ചെയ്ത് ലാസ്റ്റ്. അതും പിന്നാണ് അറിയുന്നത് അവർ എംബസിയിലെ ആളല്ല. അവർ ഈ ഒരു ബ്രഹ്മജ്യോതി ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉള്ള ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. സുധി എന്ന് പറഞ്ഞിട്ടൊരു ആലപ്പുഴയുള്ള ഒരു എന്താ പേര്? സുധി അമ്പലം. സുധി അവനിപ്പോൾ എവിടെയുള്ളത്? ഇവിടെ നാട്ടിലുണ്ട്. അവനെ കണ്ടില്ലേ? കണ്ടു. പൈസ ചോദിച്ചു, അവൻ കുറേശ്ശെ തരാന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താ? നമുക്ക് ആ ഫണ്ട് തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളത്. നമ്മളിത് അമ്മേരെ മാലയും പിള്ളേരെ മാലയൊക്കെ എടുത്ത് പണയം വെച്ചിട്ടാണ് പോയത്. ഇവൻ ഈ പറയുന്ന പോലെ നമ്മൾ പൈസ ചോദിക്കുമ്പോൾ 2000-3000 നിങ്ങൾക്ക് ആവശ്യം. ഇതിപ്പോ ഏജന്റുമാരുണ്ട്. പോലീസിൽ കൊടുത്തില്ല. അവിടെ 4 ആൾക്കാർ പെട്ടു കിടക്കുന്നതുകൊണ്ട് അല്ല, നിങ്ങൾ ഇവരെ 3 പൈസ അതിന്റെ ശ്രുതിക്കെതിരെ കേസ് കൊടുക്കുക. ഇത് പ്രശ്നം സാറേ, ഞങ്ങളിപ്പം ഈ ഇവിടെ കേസ് കൊടുത്താൽ അവിടെ കിടക്കുന്ന 4 പേർക്ക് അതൊരു പ്രശ്നം. കാര്യം ഒന്നും ചെയ്യില്ല. അവർക്ക് പാസ്പോർട്ട് ഇല്ല. പാസ്പോർട്ട് എല്ലാം പിടിച്ചു വാങ്ങിച്ചു വെച്ചേക്കും സാർ. ഞങ്ങൾ അവിടെയുള്ള 4 പിള്ളേർ ആ എംബസിയിൽ പോയി. എംബസിയിലുള്ളവർ അവരെ ഇറക്കി വിട്ടു അവിടുന്ന്. അങ്ങനെ വിടുക. നിങ്ങൾ അവിടെ ഇരിക്കുന്ന പാണ്ഡേ എന്ന് പറയുന്ന നോർക്കാ റൂട്ട്സിൽ അജിത് കൊളാശേട്ടനെ പോയി കാണും. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുക്കുക. അങ്ങനെ 4 ആൾ ഇവിടെ പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഏജന്റ് ഈ സുധി എന്ന് പറഞ്ഞ കൂട്ടുകാരനാണ് നമ്മുടെ ഏജന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവൻ അവിടുത്തെ ഏജന്റൊന്നുമല്ല. ഇവൻ തന്നെ അവിടെ ഒരു പണിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു പരിപാടി ഒന്നുമില്ല. ഇതന്നെ പരിപാടി ഇവിടുന്ന് കമ്മീഷൻ അടിച്ച് ജീവിക്കൽ തന്നെയാണ് അവൻ്റെ പരിപാടി. അവൻ്റെ പേര് ജിബിൻ എന്നാണ്. ഇവൻ ഈ നമ്മളെ കൊണ്ടുവന്നിട്ടിട്ട് ആദ്യം ഈ പോയവരെ കൊണ്ടുപോയി വല്ല കാലി തൊഴുത്തിലും പിന്നെ മറ്റേ പ്രേത ബംഗ്ലാവ് പോലത്തെ കാലത്തൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവർ ആദ്യം ഇട്ടത്. അവിടെ നിന്ന് ഇവർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഇവരെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആദ്യം ആ ബംഗ്ലാവിൽ കൊണ്ടിട്ട് അവിടെ 4 ദിവസം കിടന്നിട്ട് കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. തണുപ്പ് മാത്രം. ഞങ്ങൾ പിന്നെ അവനെ വിളിച്ച് ലാസ്റ്റ് അവൻ അവിടുന്ന് ഞങ്ങളെ വേറൊരു ഹോട്ടലിൽ കൊണ്ടാക്കി. എംബസി അല്ല സാർ, അവിടെ ജിബിൻ എന്ന് പറയുന്ന ഒരു ഏജന്റ്, അവിടുത്തെ ഏജന്റ്. ഞങ്ങൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ കൊണ്ടാക്കി അവിടെ 2 ദിവസം ഇട്ടിട്ട് അവൻ ഒരു ഹിന്ദിക്കാരനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം, കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ തരാം. ഞങ്ങളതിൽ ആകെ $100 ഉണ്ടായിരുന്നു. ഓരോരുത്തരെയും $100. അതെല്ലാം ഈ ഹിന്ദിക്കാരൻ വാങ്ങിച്ചിട്ട് ഇവൻ പിന്നെ ഞങ്ങളെ വേറൊരു ബംഗ്ലാവിൽ കൊണ്ടിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ഫുഡും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഈ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ പിന്നെ വീണ്ടും അവർ വേറൊരു ഹോസ്റ്റലിൽ കൊണ്ടാക്കി. ഇങ്ങനെ ഹോസ്റ്റൽ മാറൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ജോലിയും കാര്യങ്ങളൊന്നും ആവാണ്ടായപ്പോൾ ഞങ്ങൾ ഇവനെ തേടി ഇവൻ്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഇവൻ്റെ റൂമും ഞങ്ങളിപ്പോൾ ഏജന്റിന്റെ റൂം. അവൻ്റെ പേരെന്താ? ജിബിൻ എന്ന് പറഞ്ഞിട്ട്. അവനെന്താ പറയണത്? അല്ല, അപ്പോൾ ഇവനെ ചെല്ലുമ്പോൾ ഇവൻ്റെ റൂമിലേക്ക് നമ്മൾ ചെല്ലാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര അടുത്തായത് കൊണ്ടാണ് അവൻ എന്നും ചെല്ലണമെന്ന് വെച്ചാൽ ഞങ്ങളെ അവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ടു. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവിടെ സംഭവം പൈസയ്ക്ക് ഫുഡിനൊക്കെ പൈസ കൊണ്ടുവന്ന് തരും, ഇടയ്ക്ക് കൊണ്ടുവന്ന് തരും. നമ്മൾ വിളിച്ച് കാല് പിടിച്ചാൽ കൊണ്ടുവന്ന് തരും, ഇല്ലെങ്കിൽ അതും തരില്ല. പിന്നെ അവസാനമായപ്പോൾ അതിങ്ങനെ പറഞ്ഞ് അതും ഇല്ലാണ്ടായി. പിന്നെ നമ്മൾ ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോലീസ് കേസായി. അങ്ങനെ പോലീസ് വരുന്നു. പോലീസ് വന്നിട്ട് 4 പേരെ സെലക്ട് ചെയ്യുന്നു. അവരുടെ കയ്യിൽ നിന്ന് 4 പേരുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ടും ഫോണും മേടിച്ച് വയ്ക്കുന്നു. പാസ്പോർട്ട് ഈ 4 പേരെയും കൊണ്ട് സ്റ്റേഷനിൽ പോകണു. അവിടെ ചെന്നിട്ട് ഈ 4 പേരുടെ പാസ്പോർട്ടും മേടിച്ച് വാങ്ങിച്ച് ഇവരെ റഷ്യൻ ജയിലിലേക്ക് വിടുവാണെന്നും പറഞ്ഞ് കേസുണ്ടാക്കുന്നു. അങ്ങനെ ഇന്ത്യൻ എംബസി ചമഞ്ഞ് 2 പേര് വരുന്നു. അവർ വന്നിട്ട് ഈ 4 പേരെ പുറത്തിറക്കുന്നു. ഈ പാസ്പോർട്ട് അവിടെ പിടിച്ചു വയ്ക്കുന്നു. അവർക്ക് പാസ്പോർട്ടില്ല, ഇപ്പോഴും കിട്ടിയില്ല. അതിലുള്ളൊരു പയ്യൻ്റെ ജ്യേഷ്ഠൻ പട്ടാളക്കാരനാണ്. അവൻ അവിടുന്ന് മെയിൽ അയച്ചിട്ട് അവിടുന്ന് മെയിൽ അയച്ച് ആ മെയിലും കൊണ്ട് ഇന്ത്യൻ എംബസി ചെന്നപ്പം ഈ 4 പേരാണെന്ന് കണ്ടതുകൊണ്ട് എംബസിയിൽ നിന്ന് ഇറക്കി വിട്ടവരെ അവിടെ. ഇത് വിദേശകാര്യ വകുപ്പ് അടിയന്തരമായിട്ട് ഇടപെടേണ്ട കേസാണ്.
നിങ്ങൾ വിദേശകാര്യം സെക്രട്ടറിക്ക് ഫോറിൻ സെക്രട്ടറി ഉണ്ട് IAS അയാൾക്ക് അയക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ മന്ത്രിസഭ ഒന്നും നിലനിൽക്കുന്നതല്ല. അപ്പോൾ സെക്രട്ടറിക്ക് അയച്ചാൽ സെക്രട്ടറി നിലപാട് സ്വീകരിക്കും അടിയന്തരമായിട്ട്. അതാണ് അടിയന്തരമായിട്ട് ചെയ്യാനുള്ളത്. അതുപോലെ അവിടുത്തെ അംബാസിഡർക്ക് ഒരു കത്തയക്കണം. നിങ്ങളെ പേരിൽ അലിഗേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പേരിൽ ഇവരെ വിട്ടു തന്നില്ലെങ്കിൽ ഇത് വലിയ ഇഷ്യൂ കൂടെ ഞങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഭീഷണിയുടെ ഒരു കത്തിൽ അംബാസിഡർക്ക് അയക്കുക. ഇന്ത്യൻ അംബാസിഡർ ഇന്ത്യൻ ആൾ നിങ്ങളെ കസ്റ്റഡിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്തയക്കും. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം. ഇവിടെ റൂട്ട്സിൽ നമ്മൾ ടേക്കപ്പ് ചെയ്യുകയും ചെയ്യുക. ഇതിലിപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിമിങ്ങിൽ വന്ന് പെടാണ്ടായ കാരണം എന്ന് വെച്ചാൽ ഒരു വിമൽ എന്ന് പറഞ്ഞിട്ടൊരു ഏജൻ്റ് ഉണ്ട്. ഈ സുധീര ഒരു ഫ്രണ്ടാണ്. പിന്നെ വൈഫ് ഇന്ത്യൻ മിലിറ്ററിയിൽ നേഴ്സാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവനുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും ഇതിൽ എല്ലാവരും പെടണത്. ഇവൻ എല്ലാവരോടും പറയണത് ഈ ഒരു രീതി തന്നെയാണ്. എൻ്റെ വൈഫ് ഇതിലാണ്, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ, ഞാൻ ആരും പറ്റിക്കില്ല, എൻ്റെ വൈഫ് ഇന്ന പൊസിഷനിലുള്ള ആളാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വിമൽ നമ്മളെ ഇതിലാക്കണത്. അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങണതും. അവൻ്റെ വാക്ക് കേട്ടിട്ട് തന്നെയാണ് എല്ലാവരും. ശ്രുതി അല്ലേ? ശ്രുതിയാണ് ഇതിൻ്റെ നിങ്ങളെ കൊണ്ടുപോയത്. ശ്രുതിക്കാണ് ഞങ്ങളൊക്കെ കാശിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പിന്നെയുള്ള ആൾ വിമലാണ്. നിരവധി ഏജന്റുമാർ കോവിഡിന് ശേഷം പൊട്ടിമുളക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് അത് വരുന്നത്. തികച്ചും അർമേനിയ പോലെ തികച്ചും അപ്രസക്തമായ രാജ്യങ്ങളിലേക്ക് പോലും ഇത്തരത്തിലുള്ള ഏജന്റുമാർ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നാണ്. നമ്മളെ ആളുകൾ പല രീതിയിലുള്ള പ്രലോഭനങ്ങളിൽപ്പെട്ട് ഇവർക്ക് പൈസ കൊടുക്കുന്നു. അങ്ങനെ വരുന്നൊരു പുതിയ ഏജൻ്റാണ് ശ്രുതി ആലപ്പുഴക്കാരൻ. ശ്രുതി ഇതൊന്നും ഇവിടെ വന്ന് പറയിപ്പിക്കേണ്ട എന്നുള്ളതാണ് അഭിപ്രായം. ജോലി ചെയ്ത് ജീവിക്കണമെന്നൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല. ഈ ആളുകളെ പറ്റിച്ചിട്ട് നമ്മളടുത്ത് വരുമ്പോൾ നമുക്ക് നിങ്ങളെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ പരസ്യമായിട്ട് പറയും. ഇതിൽ അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യം ഇന്ത്യൻ എംബസിയാണ്. ഇന്ത്യൻ എംബസി തന്നെ അവിടെ ഈ കൊണ്ടുപോകുന്ന ആളുകളുടെ ഏജൻറ്റുമാരാക്കാനല്ല നിങ്ങൾ അയച്ചത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചതികളും വഞ്ചനകളും എംബസി തന്നെ നേരിട്ട് നടത്തുന്നു എന്നുള്ളത് വലിയ അത്ഭുതകരമായ കാര്യമാണ്. മുരളീധരൻ ഇപ്പോഴും മന്ത്രിയാണ്, വി മുരളീധരൻ. അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങയുടെ പോർട്ട്ഫോളിയോയിൽ പെട്ട വിദേശകാര്യ വകുപ്പിലാണ് ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ത്യൻ എംബസികളെ നിലക്ക് നിർത്തണം. അവർ കൈക്കൂലി മേടിച്ച് ആളുകളെ ഇത്തരത്തിൽ ഉപദ്രവിക്കാനുള്ള ഈ ആളുകൾ പറയുന്നത് കേട്ടില്ല എംബസിയുടെ നിലപാടങ്ങൾ. അതുകൊണ്ട് ആദരണീയനായ മുരളീധരൻ ഈ കാര്യത്തിൽ ഉടനെ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ്. നോർക്ക റൂട്ട്സിൽ നിങ്ങളെ പരാതിയുണ്ട്. ഉറപ്പായിട്ടും നോർക്ക റൂട്ട്സ് അടിയന്തരമായിട്ട് ഇടപെടും. ഇവിടെ നിന്ന് ശ്രീ അജിത് കൊളാശ്ശേരി ഇവിടെ വന്നിരുന്നു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളിലുമുള്ള വിദേശീയ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോടും ഒരു കാര്യം പറയാൻ പോകുന്നത്, വളരെ ശക്തമായ രീതിയിൽ ഈ വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ഒരു സംശയമില്ല. ലോക കേരള സഭയിലും ഇത് വിഷയമായിട്ട് പലരും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ചതിക്കപ്പെടുന്ന മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ്. ശ്രുതി വേഗം പൈസ കൊടുക്കാനുള്ളത്. പൈസ മേടിക്കും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ശ്രുതിയുടെ അടുത്തിയല്ലേ കേട്ടാ, നമ്മൾ പറഞ്ഞെന്ന് പറയാം. ഇതിലിപ്പോൾ ഈ സുധീര ഏജന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ജിബിൻ എന്ന് പറഞ്ഞ് നിൽക്കണവൻ ചുരുങ്ങിയത് ഒരു 50-ൽ പല ആളുകളെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. ജിബിനെ ഈ പണി നിർത്തിക്കോട്ടാ, നാട് കാണൂലേ. സൂക്ഷിച്ചോ. പിന്നെ അവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ചെന്ന് ഇവർ പഠിപ്പ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരില്ല. ഇവർ ഒരു കമ്പനിയിൽ ജോലിയാക്കി തരാമെന്ന് പറഞ്ഞ് $300 മുതൽ $500 മുതൽ മേടിക്കും. ഒരു മാസം തയ്യുന്നതിന് മുന്നേ കമ്പനിക്കാരൻ്റെ ഒരു സൂപ്പർവൈസറും ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പ്രകാരം ഒരു മാസത്തിന് മുന്നേ ഇവരെ പിടിച്ച് പുറത്താക്കും. അപ്പോൾ അതുവരെ പണിയെടുത്ത കാശും കിട്ടില്ല. ഈ കൊടുത്ത $300 നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. ഇത് വളരെ പുതിയൊരു വാർത്തയാണ്. മെഡിക്കൽ സ്റ്റുഡൻസ് അവരുടെ കോഴ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് ഏജൻറ്റുമാർ സമീപിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യമായ നിങ്ങളുടെ പഠിത്തവും ബിരുദവും അവർ വിലക്കെടുക്കുന്നു. നിങ്ങളെ ചതിക്കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നു. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ചതികളിൽ പെടരുതെന്നാണ് ഒരുപാട് കുട്ടികൾ അർമേനിയയിലും മറ്റൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നതിന് എത്രയോ മക്കളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഇതിന് ലോകത്തെമ്പാടുമുള്ള പ്രവാസികൾ കൂട്ടമായ ശ്രമം നടത്തണം. അവരെ ബോധവൽക്കരിക്കണം. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ രക്ഷിക്കേണ്ട ചുമതല കൂടി നമുക്കുണ്ട് എന്നാണ് ഇവർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ വാലിഡായിട്ടുള്ള എല്ലാ ഒപ്പീനിയനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ അയക്കാം.